തൃശൂർ പൂരം വെടിക്കെട്ടിനെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ പാറമേക്കാവ് ദേവസ്വത്തെ കക്ഷി ചേർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ദേവസ്വത്തിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് മാർച്ച് 21 വീണ്ടും പരിഗണിക്കും. ബിനിൽ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ബിനിൽ, ഹർജിയിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഹർജിയിലെ ആവശ്യം ഇതാണ്. അതായത് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടത്തുന്നത് നിലവിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ നിയമലംഘനം ഒഴിവാക്കണമെന്നതാണ് ഹർജിക്കാരനായ വെങ്കടാചലത്തിന്റെ ആവശ്യം. തിരുവമ്പാടി സ്വദേശിയാണ് ആ വെങ്കടാചലം. ആ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ഹർജി കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഈ ദേവസ്വങ്ങളെ കക്ഷി ചേർക്കണമെന്ന ആവശ്യം കോടതി മുന്നോട്ട് വയ്ക്കുകയും ഹർജിക്കാരൻ ദേവസ്വങ്ങളെ കൂടി ഇതിൽ കക്ഷി ചേർക്കുകയും ചെയ്തു. അങ്ങനെ പാറമേക്കാവ് ദേവസ്വത്തിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ നോട്ടീസുമായിരിക്കുകയാണ്. മാർച്ച് 21 ഈ കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ഏജൻസികൾ അടക്കമുള്ളവർക്ക് സ്പീഡ് പോസ്റ്റായി ഇതിൻ്റെ നോട്ടീസ് സെർവ് ചെയ്യാനും ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് മാർച്ച് 23 ഇത് സംബന്ധിച്ച വിശദമായ വാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത തൃശൂർ പൂരം അടുത്ത് നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു ഹർജി ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്ന ഹർജിയിലെ ആവശ്യം എന്നത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പുലർച്ചെ അടക്കം നടക്കുന്നത് എന്നതാണ് ഹർജിക്കാരന്റെ ആരോപണം. എന്തായാലും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ആ വിഷയം വരികയാണ്. കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഏജൻസികളോട് ഇതിലുള്ള നിലപാട് വ്യക്തമാക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി ബിനിൽ.